ഒൻപതാം ക്ലാസ്സിലെ ജീവശാസ്ത്രം ബയോളജി മലയാളം മീഡിയം ക്വസ്റ്റ്യൻ പേപ്പറും സെക്കൻഡ് ടൈം 2024-25 ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ആൻസേഴ്സാണ് ഈ വീഡിയോയിൽ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ചിത്രം നിരീക്ഷിച്ച് ചുവടെ ചേർത്തിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരമെഴുതുക. ഈ കോശാംഗത്തിൽ വെച്ച് നടക്കുന്ന കോശശ്വസന ഘട്ടത്തിൻ്റെ പേരെഴുതുക. ക്രെബ്സ് സൈക്കിൾ. ആൻസർ ക്രെബ്സ് സൈക്കിൾ. ഈ ഘട്ടത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ATP തന്മാത്രകളുടെ എണ്ണം എത്ര? 28. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഒറ്റപ്പെട്ടത് കണ്ടെത്തി എഴുതുക. മറ്റുള്ളവയുടെ പൊതുസവിശേഷത എന്ത്? പാങ്ക്രിയാസ് ആണ് ഒറ്റപ്പെട്ടത്, മറ്റുള്ളവ ലിംഫ് വ്യവസ്ഥയുടെ ഭാഗമാണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, പ്രകാശ സംശ്ലേഷണത്തിലെ പ്രക്രിയകൾ നൽകിയിരിക്കുന്നു. അവ വിശകലനം ചെയ്ത് ചുവടെ ചേർത്തിരിക്കുന്നവയിൽ നിന്നും ഉചിതമായ ഉത്തരം തിരഞ്ഞെടുത്തെഴുതുക. ഒന്നാമത്തെ, ഇരുണ്ട ഘട്ടത്തിൽ ജലം വിഘടിച്ച് ഹൈഡ്രജനും ഓക്സിജനും ആകുന്നു. അത് തെറ്റാണ്. പ്രകാശഘട്ടത്തിൽ ഓക്സിജനെ പുറന്തള്ളുന്നു. കറക്റ്റാണ്. ഇരുണ്ട ഘട്ടത്തിൽ ഹൈഡ്രജനും കാർബൺ ഡൈ ഓക്സൈഡും ചേർന്ന് ഗ്ലൂക്കോസ് ഉണ്ടാകുന്നു. അതും കറക്റ്റാണ്. അപ്പോൾ ആൻസർ B ആണ്. ഒന്നാമത്തെ തെറ്റ്, 2, 3 ശരി. നാലാമത്തെ, അസ്ഥിയെ ബാധിക്കുന്ന ഒരു രോഗത്തെ പറ്റിയുള്ള സൂചനകൾ നൽകിയിരിക്കുന്നു. രോഗം ഏതെന്ന് തിരിച്ചറിഞ്ഞെഴുതുക. സൂചനകൾ: സുഷിരങ്ങൾ രൂപപ്പെട്ട് അസ്ഥികളുടെ കാഠിന്യം നഷ്ടപ്പെടുന്നു. അത് ആൻസർ ഓസ്റ്റിയോപൊറോസിസ്, അതായത് അസ്ഥിക്ഷയം. പ്രോട്ടീൻ, കാൽസ്യം, വൈറ്റമിൻ D എന്നിവയുടെ അഭാവം ഈ രോഗത്തിന് കാരണമാകുന്നു. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, ചുവടെ നൽകിയിരിക്കുന്ന പ്രസ്താവനയും കാരണവും വിശകലനം ചെയ്ത് ശരിയായ ഉത്തരം തിരഞ്ഞെടുത്തെഴുതുക. പ്രസ്താവന: നേർപ്പിച്ച ചുണ്ണാമ്പ് വെള്ളത്തിലേക്ക് നിശ്വാസവായു കടത്തിവിടുമ്പോൾ ചുണ്ണാമ്പ് വെള്ളം പാൽനിറമുള്ള ആയി മാറുന്നു. കാരണം നിശ്വാസവായുവിൽ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് കൂടുതലാണ്. ആൻസർ D ആണ്. പ്രസ്താവനയും കാരണവും ശരിയാണ്. ആറാമത്തെ ക്വസ്റ്റ്യൻ, സന്ധികളും അവയുടെ സവിശേഷതകളും തെറ്റായ ജോഡികളായി നൽകിയിരിക്കുന്നു. പെയേഴ്സ് തെറ്റായിട്ടാണ് കൊടുത്തത്. തന്നിരിക്കുന്ന ഉത്തരങ്ങളിൽ നിന്നും ശരിയായി ക്രമീകരിച്ചത് തിരഞ്ഞെടുത്തെഴുതുക. അതായത് അച്ചുതണ്ടിന് ചുറ്റും കറങ്ങുന്നു, കീലസന്ധി. ഒരു വശത്തേക്കുള്ള ചലനം, വിജാഗിരി സന്ധി. എല്ലാ തലങ്ങളിലുമുള്ള ചലനം, ഗോളരസന്ധി. A ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ. ഏഴാമത്തെ ക്വസ്റ്റ്യൻ, ബോക്സിൽ നൽകിയിരിക്കുന്നവയിൽ നിന്നും ജീവി ശ്വസനപ്രതലം എന്ന രീതിയിൽ ഉചിതമായ ജോഡികൾ എഴുതുക. ഒരു ബോക്സിൽ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്, ജീവികളും ശ്വസനപ്രതലവും. മനുഷ്യൻ ശ്വാസകോശം, അമീബ കോശസ്തരം, മണ്ണിര ത്വക്ക്, മത്സ്യം ശകുലം. എട്ടാമത്തെ ക്വസ്റ്റ്യൻ, ചിത്രീകരണം നിരീക്ഷിച്ച് ചുവടെ നൽകിയിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. ചിത്രത്തിൽ X എന്ന് അടയാളപ്പെടുത്തിയിരിക്കുന്ന ഭാഗം ഏത്? ടെൻഡൻ. ഇതിൻ്റെ ധർമ്മം എഴുതുക. ഇത് പേശിയെ, മസിലിനെ ബോണായിട്ട്, അസ്ഥിയുമായിട്ട് ബന്ധിപ്പിക്കുന്നു. കൈകൾ നിവർത്തുമ്പോൾ ചിത്രത്തിൽ സൂചിപ്പിച്ചിരിക്കുന്ന പേശികൾക്കുണ്ടാകുന്ന മാറ്റം വിശദമാക്കുക. നിവർത്തൽ പേശി സങ്കോചിക്കുകയും മടക്കൽ പേശി വിശ്രമാവസ്ഥയിലാവുകയും ചെയ്യുന്നു. അതാണ് അതിൻ്റെ ആൻസർ. ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ, ഒരു വ്യക്തിയുടെ മൂത്രപരിശോധന റിപ്പോർട്ട് ചുവടെ ചേർത്തിരിക്കുന്നു. ഗ്ലൂക്കോസ് ഉണ്ട്, പഴുപ്പ് കോശങ്ങളുണ്ട്, ബിൽറൂബിൻ ഉണ്ട്, ഒക്കെ പോസിറ്റീവാണ്. ആൽബുമിൻ ഇല്ല, നെഗറ്റീവാണ്. കാൽസ്യം ഓക്സലേറ്റ് ഉണ്ട്, പോസിറ്റീവാണ്. ഇനി റിപ്പോർട്ട് പരിശോധിച്ച് വ്യക്തിക്ക് ഉണ്ടായിരിക്കാനിടയുള്ള രോഗങ്ങൾ തിരിച്ചറിയുക. വ്യക്തിക്ക് ഉണ്ടാകാനിടയുള്ളത് പ്രമേഹം, മൂത്രത്തിപ്പഴുപ്പ്, കരൾ രോഗം, മഞ്ഞപ്പിത്തം, കിഡ്നി സ്റ്റോൺ ഇവയെല്ലാം ആയിരിക്കും. പത്താമത്തെ ക്വസ്റ്റ്യൻ, ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ അടിവരയിട്ട ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ തിരുത്തി എഴുതുക. കാർബൺ ഡൈ ഓക്സൈഡ് ഹീമോഗ്ലോബിനുമായിട്ട് ചേർന്ന് കാർബോക്സി ഹീമോഗ്ലോബിൻ എന്ന രൂപത്തിൽ സംവഹനം ചെയ്യപ്പെടുന്നു. കാർബോക്സി അല്ല, കാർബാമിനോ ഹീമോഗ്ലോബിൻ ആയിരിക്കും. രണ്ടാമത്തെ, ഓക്സിജൻ ഹീമോഗ്ലോബിനുമായി ചേർന്ന് ഓക്സി ഹീമോഗ്ലോബിൻ രൂപാന്തരപ്പെടുന്നു. അത് കറക്റ്റാണ്. മൂന്നാമത്തെ, 23% കാർബൺ ഡൈ ഓക്സൈഡ് RBCയിലെ ജലവുമായി സംയോജിച്ച് ബൈകാർബണേറ്റായി മാറുന്നു. 23 അല്ല, 70% ആണ് ആൻസർ. ഇനി ഉച്ഛ്വാസ സമയത്ത് ആൽവിയോളസിൽ ഓക്സിജൻ്റെ ഗാഢത കൂടുതലും കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ഗാഢത കുറവുമാണ്. ഇനി 11ാമത്തെ ക്വസ്റ്റ്യൻ, ചുവടെ നൽകിയിരിക്കുന്ന ശരീരഭാഗങ്ങൾക്ക് വ്യായാമം കൊണ്ടുള്ള പ്രയോജനങ്ങൾ വിശദമാക്കുക. ഹൃദയവും രക്തക്കുഴലുകളും.
ഹൃദയത്തിൻ്റെ ക്ഷമത കൂടുന്നു, രക്തക്കുഴലുകൾ വികസിക്കുന്നു, രക്തപ്രവാഹം കൂടുന്നു. ശ്വാസകോശങ്ങളാണെങ്കിൽ ശ്വാസകോശത്തിൻ്റെ വൈറ്റൽ കപ്പാസിറ്റി കൂടുന്നു, വാതക വിനിമയം കാര്യക്ഷമമാക്കുന്നു. 12ാമത്തെ ക്വസ്റ്റ്യൻ, തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്നും ശരിയായവ തിരഞ്ഞെടുത്തെഴുതുക. സ്റ്റൊമാറ്റ പകൽ സമയങ്ങളിൽ അടയുകയും രാത്രിയിൽ തുറന്നിരിക്കുകയും ചെയ്യുന്നു. മീസോഫിൽ കോശങ്ങളിൽ പകൽ സമയത്ത് ഒരേ സമയം പ്രകാശ സംശ്ലേഷണവും ശ്വസനവും നടക്കുന്നു. അതാണ് ശരി, അത് ശരിയാണ്. പിന്നെ രാത്രികാലങ്ങളിൽ സ്റ്റൊമാറ്റ അടയുമ്പോൾ ഓസ്മോസിസിലൂടെ ശ്വസനവാതകങ്ങളുടെ വിനിമയം നടക്കുന്നു. അതും കറക്റ്റാണ്. ഇനി 13ാമത്തെ ക്വസ്റ്റ്യൻ, തരുണാസ്ഥികളെ അസ്ഥികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്ന സവിശേഷതകൾ എഴുതുക. തരുണാസ്ഥികൾ മൃദുവായതും വഴക്കമുള്ളതുമാണ്. രക്തക്കുഴലോ വെയിനോ ഇല്ല, സാവകാശം വളരുന്നു. 14ാമത്തെ ക്വസ്റ്റ്യൻ, ക്ലോറോപ്ലാസ്റ്റിൻ്റെ ഘടന സൂചിപ്പിക്കുന്ന ചിത്രം നിരീക്ഷിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. 1 എ ഗ്രാന, ബി ലാമെല്ല, സി സ്ട്രോമ, ഡി തൈലക്കോയിഡ്. എയിലുണ്ടാകുന്ന ഏതെങ്കിലും 2 ഉൽപ്പന്നങ്ങളുടെ പേരെഴുതുക. അത് ഹൈഡ്രജനും ഓക്സിജനുമായിരിക്കും. ഇനി 15ാമത്തെ ക്വസ്റ്റ്യൻ, ചിത്രീകരണം പൂർത്തിയാക്കുക. മനുഷ്യാസ്ഥികൂടം അക്ഷാസ്ഥികൂടവും അനുബന്ധാസ്ഥികൂടമാണ്. തലയോട്, മാറെല്ല്, വാരിയെല്ല്, നട്ടെല്ല്. ഇനി ഇവിടെ അനുബന്ധാസ്ഥികൂടത്തിൽ തോൾവലയം, ശ്രോണീവലയം, കൈകൾ, കാലുകൾ. 16ാമത്തെ ക്വസ്റ്റ്യൻ, ഹൃദയാരോഗ്യം എന്ന വിഷയത്തെ അടിസ്ഥാനമാക്കി അവതരിപ്പിക്കുന്ന ശാസ്ത്ര സെമിനാറിൽ ഉൾപ്പെടുത്താൻ സൂചനകളെ അധികരിച്ച് കുറിപ്പ് തയ്യാറാക്കുക. സൂചനകൾ: ഹൃദയ സംബന്ധമായ രോഗങ്ങൾ, ഹൃദയാഘാതം, സ്ട്രോക്ക് ഇവയാണ്. ഹൃദയാരോഗ്യം നിലനിർത്താനായിട്ട് അനുവർത്തിക്കേണ്ട ശീലങ്ങൾ: വ്യായാമം, പൊണ്ണത്തടി കുറയ്ക്കുക, പിന്നെ ജങ്ക് ഫുഡ് ഇല്ലാതാക്കുക, മദ്യപാനം, പുകവലി നിർത്തുക. 17ാമത്തെ ക്വസ്റ്റ്യൻ, ശരീരചലനങ്ങളുമായി ബന്ധപ്പെട്ട് ചുവടെ നൽകിയിരിക്കുന്ന ചിത്രീകരണം ഉചിതമായി പൂർത്തിയാക്കുക. ശരീരചലനങ്ങൾ: ഫ്ലജല്ല ചലനം. 2 ബി ക്വസ്റ്റ്യൻ, ശ്വേതരക്താണുക്കളുടെ ചലനം, സ്യൂഡോപോഡിയൽ ചലനം. ഇനി അണ്ഡവാഹിയിലെ സീലിയകളുടെ ചലനം, സീലിയറി ചലനം. പേശി ചലനം വിവിധതരം ചലനങ്ങളാണ്. അത് നടക്കൽ, ഓട്ടം, ഇതൊക്കെയാണ് ഈ ചലനങ്ങളിൽ പെടുന്നത്. 18ാമത്തെ ചിത്രീകരണം നിരീക്ഷിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. ഇപ്പോൾ ഈ ചിത്രം നോക്കിയിട്ട് ചിത്രീകരണത്തിൽ കാണിച്ചിരിക്കുന്ന ചികിത്സാ രീതിയുടെ പേരെഴുതുക. ഹീമോ ഡയാലിസിസ്. ഈ പ്രക്രിയയിൽ രക്തത്തിലേക്ക് ഹെപ്പാരിൻ ചേർക്കുന്നതിൻ്റെ ആവശ്യം രക്തം കട്ട പിടിക്കാതിരിക്കാൻ. എക്സ് എന്ന ഭാഗത്തു നിന്നും ദ്രവം യഥാസമയം നീക്കം ചെയ്യാതിരുന്നാൽ ഈ പ്രക്രിയയെ എങ്ങനെ ബാധിക്കും? വിസർജ്യ വസ്തുക്കളുടെ ഡിഫ്യൂഷൻ കുറയും. ഇനി 19ാമത്തെ ക്വസ്റ്റ്യൻ, പദക്കൂട്ടത്തിൽ നിന്ന് ഉചിതമായവ കണ്ടെത്തി തന്നിരിക്കുന്ന പട്ടിക പൂർത്തിയാക്കുക. ഷഡ്പദങ്ങൾ എന്ന് പറയുമ്പോൾ യൂറിക് ആസിഡാണ് അതിൻ്റെ മുഖ്യ വിസർജ്യ വസ്തു. പിന്നെ വിസർജനാവയവം മാൽപീജിയൻ നാളികൾ. 2ാമത്തെ അമീബ, അമോണിയാണ് വിസർജ്യ വസ്തു. സങ്കോച ഫേനങ്ങൾ. തവള, യൂറിയ, വൃക്ക. ഇനി 20ാമത്തെ ക്വസ്റ്റ്യൻ, ജീവികളിലെ ചട്ടക്കൂടിൻ്റെ വൈവിധ്യം സൂചിപ്പിക്കുന്ന ചിത്രീകരണം ഉചിതമായി പൂർത്തിയാക്കുക. ചട്ടക്കൂട്: ഹൈഡ്രോസ്കെൽട്ടൺ, പിന്നെ ബാഹ്യാസ്ഥികൂടം. സവിശേഷത: ജല അല്ലെങ്കിൽ ദ്രവം നിറഞ്ഞ അറ. ഈ ബാഹ്യാസ്ഥികൂടത്തിൽ സവിശേഷത കാൽസ്യം കാർബണേറ്റ്, ടൈറ്റിൻ എന്നിവ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ബാഹ്യാവരണമാണ്. ജീവികൾക്ക് ഉദാഹരണങ്ങൾ മണ്ണിര, ഹൈഡ്ര, ഒച്ച്, ജെല്ലി ഫിഷ്. ഇതാണ് ഹൈഡ്രോസ്കെൽട്ടൺ ജീവികൾക്ക് ഉദാഹരണം. ഇവിടെ ബാഹ്യാസ്ഥികൂടം ജീവികൾക്ക് ഉദാഹരണം ഞണ്ട്, കക്ക, പുൽച്ചാടി, പാറ്റ ഇവയെല്ലാമാണ്. ഇനി 21ാമത്തെ ക്വസ്റ്റ്യൻ, ചിത്രീകരണം നിരീക്ഷിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരമെഴുതുക. അസ്ഥിപേശി, മൃദുലപേശി. ബി മൃദുലപേശി. ഇനി സി എന്ന പേശിയുടെ ചിത്രം വരയ്ക്കുക. വരച്ചിട്ടുണ്ട്. ഇനി എ, ബി എന്നിവ ആകൃതിയിലും ആഗ്രഹത്തിനനുസരിച്ചുള്ള നിയന്ത്രണത്തിലും എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്ന്. എ അസ്ഥിപേശി സിലിണ്ടറിക്കൽ ആകൃതിയുള്ള ശാഖകളില്ലാത്ത കോശങ്ങളുണ്ട്, ഐച്ഛികമായിട്ട് പ്രവർത്തിക്കുന്നവയാണ്. ബിക്ക് സിലിണ്ടറിക്കൽ ആകൃതിയിൽ ശാഖകളോട് കൂടിയ കോശങ്ങളാണ്, അവ അനൈച്ഛികമായിട്ട് പ്രവർത്തിക്കുന്നു. 22ാമത്തെ ക്വസ്റ്റ്യൻ, വെന്റിലേഷനുമായിട്ട് ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന ചിത്രീകരണം ഉചിതമായി പൂർത്തിയാക്കുക. എ ഉച്ഛ്വാസം, ഡയഫ്രം സങ്കോചിക്കുന്നു.
ഇൻകോസ്റ്റപേശികൾ സങ്കോചിക്കുന്നു, വാരിയലുകൾ ഉയരുന്നു. വായു അന്തരീക്ഷത്തിൽ നിന്ന് ശ്വാസകോശത്തിലേക്ക്. പിന്നെ വെന്റിലേഷൻ, നിശ്വാസം, ഡയഫ്രം പൂർവ്വസ്ഥിതി പ്രാപിക്കുന്നു ഇത്. പിന്നെ വാരിയലുകൾ താഴുന്നു. 21ാമത്തെ ക്വസ്റ്റ്യൻ, ചിത്രം പകർത്തി വരച്ച് ചുവടെ ചേർത്തിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. ഈ ചിത്രം പകർത്തി വരയ്ക്കണം ആദ്യം തന്നെ. അത് കഴിഞ്ഞിട്ട് ഇതിൽ വൃക്കയിലേക്ക് രക്തം എത്തിക്കുന്ന കുഴൽ, അത് വൃക്ക, ധമനി. വൃക്കകളിൽ നിന്നും രക്തത്തെ പുറത്തേക്ക് വഹിക്കുന്ന കുഴൽ വൃക്കസിര. സി എന്ന് അടയാളപ്പെടുത്തിയിരിക്കുന്ന ഭാഗത്തിൻ്റെ ധർമ്മം, ജോലി, വൃക്കകളിൽ നിന്നും മൂത്രസഞ്ചിയിലേക്ക് മൂത്രം വഹിക്കുന്നു.